ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലെണ്ണ നന്നായിട്ട് പൊട്ടണം കേട്ടോ. നമ്മളെ ആ ഉലുവയുടെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാനതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേപ്പില ആഡ് ചെയ്യണം. ഇഞ്ചി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് ആഡ് ചെയ്യുന്നു. ചെറുതായിട്ട് നടത്തി കൊടുക്കും. 3 പച്ചമുളക് ആഡ് ചെയ്യുന്നു. 8 വെളുത്തുള്ളി. നന്നായിട്ടൊന്ന് ഇളക്കി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ. 4 ടീസ്പൂൺ. ഇതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ച് അടർത്തി എടുത്തിട്ടിരിക്കുന്ന നെല്ലിക്ക ഞാൻ അതിലേക്ക് നെല്ലിക്ക ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ ഉപ്പ് ഇതിൽ കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ കേട്ടോ. ഈ കായോട് ആഡ് ചെയ്യാൻ പോണേ കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് 3-4 കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതീയിൽ കടന്ന് ഇതങ്ങോട്ട് വറ്റണം. ഇടിക്കച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിക്കച്ചാറ് ഇവിടെ എൻ്റെ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്കച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.